guys, welcome Hello, welcome back. Hello. Ready? 1, 2, 2, 3. Hello. Hello. Welcome back. Welcome back. അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് ക്രിസ്മസ് കാർഡ് എന്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് ഞാൻ കുറച്ച് ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് അത് കാണാം. അപ്പം നമുക്കിന്ന് 3 കാർഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കാണുന്ന പേപ്പർ ഈ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാകാറില്ലേ, ആ പേപ്പറാണ് ഇത്. അപ്പോൾ ഇതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വൈറ്റ് A4 ഷീറ്റ് പേപ്പറാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ചാർട്ട് ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പം നേരത്തെ കട്ട് ചെയ്തെടുത്ത കോഫി ബ്രൗൺ പേപ്പറിനേക്കാളും ചെറുതായിരിക്കണം ഈ A4 ഷീറ്റ് പേപ്പർ. അപ്പോൾ നമുക്ക് അളവെടുത്തിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ കാണുന്ന കട്ടിംഗ് ബോർഡ് എനിക്കൊരു പണി തന്നു. ഇതിൻ്റെ ഒരു സൈഡ് കറക്റ്റായിട്ട് കട്ട് ചെയ്തു, മറ്റേ സൈഡ് കട്ട് ചെയ്യുമ്പോഴേക്കും കുളമായി. അതെന്താന്ന് വെച്ചെങ്കിൽ ഈ കട്ട് ചെയ്യുന്ന ഗ്യാപ്പിലൊക്കെ പേപ്പർ പീസ് കുടുങ്ങുമ്പോഴാണ് എനിക്ക് ഈ പണി കിട്ടുന്നത്. അങ്ങനെ ആ ഗ്യാപ്പിലെ പേപ്പറൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. നെക്സ്റ്റ് നമുക്ക് ഈ A4 ഷീറ്റ് പേപ്പറിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് കാർഡിന് വേണ്ടിയിട്ടുള്ള 2 പേപ്പർ പീസ് നമ്മൾ കട്ട് ചെയ്തു. ഇനി ഇത് രണ്ടും നമുക്ക് ഒട്ടിച്ചെടുക്കാം. ബ്രൗൺ കോഫി പേപ്പറിന് മുകളിലേക്ക് വൈറ്റ് A4 ഷീറ്റ് പേപ്പർ ഒട്ടിച്ചെടുക്കാം. അതിനു മുമ്പായിട്ട് ഈ കാർഡിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ക്രിസ്മസ് ബോൾ ഉണ്ടല്ലോ, അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗോൾഡ് ഗ്ലിറ്റർ ഷീറ്റ് വേണം. അപ്പം നമുക്ക് ഈ ബോക്സിനകത്ത് നിന്ന് എടുക്കാം. ഇതിൽ ഞാൻ എൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ്, പേപ്പർ കട്ട്സൊക്കെ ഇതിനകത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്കിത് ഗോൾഡ് ഗ്ലിറ്റർ ഷീറ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഇതൊക്കെ ഞാൻ ഇവിടെ ബോറടിക്കുമ്പോൾ കട്ട് ചെയ്തെടുത്ത് വെച്ച ഫ്ലവേഴ്സാണ്. ഇത് ഗ്ലിറ്റർ ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ക്രിസ്മസ് ബോൾ കട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാർഡിൽ വെച്ച് നോക്കണം ഈ സർക്കിൾ കാർഡിന് കറക്റ്റ് ആവുന്നുണ്ടോ. അതിനനുസരിച്ച് വേണം നമ്മൾക്ക് ഈ സർക്കിൾ കട്ട് ചെയ്യാൻ. ഇല്ലെങ്കിൽ കാർഡിൽ വയ്ക്കുമ്പോഴേക്കും ബോറായിട്ട് തോന്നും. കാർഡിനേക്കാളും വലിയ സർക്കിളാണെങ്കിൽ ബോറാകുമല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. കാർഡിന് കറക്റ്റായിട്ടുള്ള സർക്കിൾ നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ ഈ ചെറിയ ഗ്ലിറ്റർ ഷീറ്റിലേക്ക് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ വരച്ച സർക്കിൾ ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. ഇനി നമുക്ക് ഈ 2 സർക്കിളും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സർക്കിളും കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഒരു കോഫി ബ്രൗൺ പേപ്പറും ഒരു വൈറ്റ് A4 ഷീറ്റും 2 സർക്കിൾ ഗ്ലിറ്റർ ഷീറ്റുമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇനി വൈറ്റ് A4 ഷീറ്റ് നമുക്ക് ഈ കോഫി ബ്രൗൺ പേപ്പറിൻ്റെ മുകളിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളടുത്ത് ഏത് ഗ്ലൂ ആണോ ഉള്ളത് അത് ഉപയോഗിക്കാം. ഇനി ഈ പേപ്പർ ഇതിന് മുകളിൽ കറക്റ്റാക്കി വെച്ചിട്ട് ഒട്ടിക്കാം. നെക്സ്റ്റ് നമ്മൾക്ക് കട്ട് ചെയ്ത് വെച്ച സർക്കിൾ ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മുകളിലും ഒന്ന് താഴെയായിട്ട് ഒട്ടിക്കണം. ചെറുത് മുകളിലും വലുത് താഴെയെങ്കിൽ കാണാൻ കുറച്ച് ഭംഗിയുണ്ടാകും. ഇനി 2 സർക്കിളിന് മുകളിലും ഒരു ലൈന് വരക്കാം. നെക്സ്റ്റ് നമുക്ക് 2 റിബൺ ചെയ്തെടുക്കണം. അത് ഈ സർക്കിളിന് മുകളിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞ് റിബൺ ചെയ്തെടുക്കണം, എന്നെങ്കിൽ കുറച്ച് ക്യൂട്ടായിട്ട് തോന്നും. ഇനി ഞാൻ ഈ 2 റിബണിൻ്റെയും 2 ഹോൾസിലേക്ക് പെൻസിൽ ഇട്ട് വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് ഈ ടൈപ്പ് റിബൺ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ക്ലോത്ത് ടൈപ്പ് റിബൺ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഇനി ഈ റിബണിൻ്റെ താഴത്തെ ഈ ടൈലുണ്ടല്ലോ, ഈ 2 ടൈലും കത്രിക വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ഒന്ന് വലിച്ചു കൊടുക്കുക. ഇത് ഈ റിബൺ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ക്ലോത്തിൻ്റെ റിബണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഈ റിബൺ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ഇങ്ങനെ കേളായിട്ട് നിൽക്കും. അപ്പോൾ കാണാൻ കുറച്ചും കൂടി ഭംഗി തോന്നും. ഇനി ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് കേളാവുന്നില്ലെങ്കിൽ വലിച്ചതിന് ശേഷം ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ
ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ കേളായിട്ട് നിൽക്കത്തില്ല, അതുപോലെ ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് വെച്ചാൽ കറക്റ്റ് ആ കേള് പോലെ നിൽക്കും. ഇനി നമുക്ക് ഈ 2 റിബണും 2 സർക്കിളിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഇതേ കോഫി ബ്രൗൺ പേപ്പറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത് നോർമൽ സീസർ വെച്ച് കട്ട് ചെയ്യുന്നതല്ല, സിഗ്സാഗ് സീസറിനോടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പാറ്റേൺ പോലെ ഈ സൈഡിലേക്ക് ആ സിഗ്സാഗ് പോലെ വരും. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ സെയിം സീസർ ഇല്ലെങ്കിൽ നോർമൽ സീസർ വെച്ചിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. ആ ഷേപ്പ് ഒന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക, ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനി ഈ പേപ്പറിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്ത് മാറ്റാണ്, എനിക്ക് ഇത്ര ലെങ്ത്ത് വേണ്ട. ഇനി നമുക്ക് ഇത് ഈ കാർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിതിൽ 2 ക്രിസ്മസ് ബോൾ ഒട്ടിച്ചില്ലേ, അതിൻ്റെ താഴെയായിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്യുന്നത്. അതിനു വേണ്ടി ഞാൻ ഗ്ലൂ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് കാർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ ഒട്ടിച്ച പീസിലേക്ക് മേരി ക്രിസ്മസ് എന്ന് എഴുതി കൊടുക്കണം. ഞാൻ ആദ്യം പെൻസിൽ വെച്ചിട്ടാണ് എഴുതുന്നത്. ഇനി നമുക്ക് ഇതിന് മുകളിൽ മാർക്കറോ പെന്നോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും എഴുതാം. ഞാനിവിടെ കാലിഗ്രഫി പെന്ന് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നുള്ളത്. അപ്പോൾ ഏകദേശം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ബൗവിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റോൺ കൊടുക്കണമെന്ന് തോന്നി. അപ്പോൾ എൻ്റെ കയ്യിൽ പേഴ്സ് ഒന്നും ഇല്ല. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ സാധനം എഴുതിൻ്റെ ഓൾഡ് ഡ്രസ്സിലുണ്ടായ ഒരു സ്റ്റോൺസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 2 ബൗവിൻ്റെയും മിഡിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതേ അപ്പോൾ നമ്മളെ ആദ്യത്തെ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പം തന്നെ കമൻറ്റ് അറിയിക്കുക. ഈ കാർഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്കും കൂടി തന്നേക്ക്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയ പിക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ അയച്ചു തരണേ. 3 കാർഡ്സിൽ നമ്മൾ ഫസ്റ്റ് 1 ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് 1 ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. രണ്ടാമതായി ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റ് A4 ഷീറ്റാണ്. അതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ വൈറ്റ് A4 ഷീറ്റ് പേപ്പർ ഈ റെഡ് കളർ പേപ്പറിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ വാട്ടർ ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ട്രാൻസ്പെറൻറ്റ് ടൈപ്പായിട്ടുള്ള ഗ്ലൂ ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ ഇവിടെ യൂസ് ആക്കുന്നത്. നിങ്ങൾക്ക് ഗ്ലൂ സ്റ്റിക്കോ വൈറ്റ് ഗ്ലൂവോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ജൂട്ട് ത്രെഡാണ്. ഇത് ക്രിസ്മസ് ട്രീൻ്റെ ഫേസ് കട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നുള്ളത്. അതിനുവേണ്ടി ഞാൻ ഗ്ലൂ സ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് അതിന് മുകളിൽ ഷൂ ടൈ ചെയ്യുന്നത് പോലെ ചെയ്തു. ഈ ബൗ ഒക്കെ ടൈ ചെയ്യില്ലേ, ഷൂ ബൗ, അതുപോലെ ടൈ ചെയ്തെടുത്തിട്ട് അതിൽ നിന്നും ടൈ ചെയ്തത് ഊരിയെടുക്കണം. പക്ഷെ ഫസ്റ്റ് ചെയ്തത് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ വീണ്ടും ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് കറക്റ്റായി കിട്ടി. നെക്സ്റ്റ് ഞാൻ ഇതിന് ഡീറിൻ്റെ ഫേസ് കട്ട് കൊണ്ടുവരണമല്ലോ, അതിനുവേണ്ടി ഗ്ലൂ ഉപയോഗിച്ചിട്ട് ആ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിച്ചത് ഹോട്ട് ഗ്ലൂ ആണ്. നിങ്ങൾക്ക്
വേറെ ഗ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാം. ഹോട്ട് ഗ്ലൂ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൈക്ക് കൊണ്ടാൽ പൊള്ളാൻ ചാൻസ് ഉണ്ട്. എന്നല്ല, കൈക്ക് കൊണ്ടാൽ പൊള്ളും. അപ്പം ഞാൻ ഈ ടൈ ചെയ്ത് വെച്ചത് ആദ്യം ഈ കാടിയിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ആ 2 ബോ പോലെയുള്ള 2 സൈഡും സ്റ്റിക്ക് ചെയ്തു. അതാണ് ഈ ഡീറിൻ്റെ ഇയർ. പിന്നെ ഇതിൻ്റെ ഫേസ് ഷേപ്പ് ചെയ്ത് അവിടെ സ്റ്റിക്ക് ചെയ്തു. കറക്റ്റ് ഷേപ്പ് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഫേസ് കട്ട് വരാൻ ചാൻസ് ഇല്ല. പിന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ കൊമ്പ്, അതും ഈ ഷേപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. ഹോട്ട് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൈ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഞാൻ ലൈറ്ററിൻ്റെ തീ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലോട്ടേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം. അത് ഈ പൊന്തി നിൽക്കുന്നതൊക്കെ ഈ തീ കൊണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ ഒന്ന് വൃത്തിയായിട്ട് നിൽക്കത്തില്ല. ഈ പൊന്തി നിൽക്കുമല്ലോ എല്ലാം, അത് പോകാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് തീ കാണിക്കുന്നത്. എന്നിട്ടൊരു ബ്രഷ് എടുത്തിട്ട് ഈ കരിഞ്ഞ ഭാഗം പോകാൻ വേണ്ടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു റെഡ് പേൾ പോലെ തോന്നിക്കുന്ന ഒരു സാധനമാണ്. ഇത് ശരിക്കും ഈ ഫ്ലവറിൻ്റെ ഈ മുകൾ ഭാഗത്തെ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, മറന്നുപോയി. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തതാണ് ഞാൻ. ഇതിൻ്റെ ഈ ക്രിസ്മസ് ഡീറിൻ്റെ നോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇതേ സാധനം തന്നെ വേണമെന്നൊന്നുമില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് റെഡ് പേൾ ഉണ്ടെങ്കിൽ റെഡ് പേൾ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ മാർക്കർ വെച്ചിട്ട് എഴുതി കൊടുക്കാം. റെഡ് ജസ്റ്റ് ഒരു പൊട്ട് പോലെ ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൊട്ടുണ്ടെങ്കിൽ പൊട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ പേപ്പർ പീസ് എടുത്തിട്ട് ചെറിയ റൗണ്ട് പോലെ കട്ട് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാനിവിടെ ഒരു ബ്ലാക്ക് പെൻ ഉപയോഗിച്ചിട്ട് 2 ഡോട്ട് പോലെ വരച്ചു കൊടുക്കുകയാണ്. അത് ഇതിൻ്റെ കണ്ണ് പോലെ ചെയ്തെടുത്തതാണ്. നെക്സ്റ്റ് നമുക്ക് ഈ കാർഡിലേക്ക് കുറച്ച് സ്റ്റാർ ഹാങ് ചെയ്യുന്നത് പോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ബോക്സിലുള്ള സ്റ്റാർ എടുത്തിട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി ഇവിടെ ഗോൾഡ് സ്റ്റാറാണ് എടുക്കുന്നത്. 2 വലിയ സ്റ്റാറും 2 കുഞ്ഞു സ്റ്റാറുമാണ് ഇതിനു വേണ്ടി എടുത്തത്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ട്രാൻസ്പെറൻറ്റ് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. ഈ ഡീറിൻ്റെ കൊമ്പിലേക്ക് ഹാങ് ചെയ്ത് വെക്കുന്നത് പോലെയാണ് ഇത് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ കൊമ്പിൻ്റെ 2 സൈഡിലേക്കും ഹാങ് ചെയ്യുന്നത് പോലെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയത് മുകളിലും ഒരു വലുത് താഴെയായിട്ട് ഒരു സൈഡിലേക്ക്, ഒരു വലുത് മുകളിലും ഒരു ചെറുത് താഴെയായിട്ട് മറ്റൊരു സൈഡിലേക്കായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി ഇത് ഹാങ് ചെയ്ത് കിടക്കാൻ ഒരു വള്ളി പോലെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ബ്രൗൺ പെൻസിൽ ഉപയോഗിച്ചിട്ട് സിഗ്സാഗ് പോലെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ സ്റ്റാറിന് മുകളിലും ഇതേപോലെ വരച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് മേരി ക്രിസ്മസ് എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് പെൻസിൽ കൊണ്ട് എഴുതിയിട്ട് പിന്നെ ഞാൻ മാർക്കർ ഉപയോഗിച്ചിട്ട് അതിന് മുകളിലേക്ക് എഴുതി കൊടുക്കുകയാണ്. അപ്പം നമ്മൾ സെക്കൻഡ് കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് കാർഡാണോ ഇഷ്ടപ്പെട്ടത്, സെക്കൻഡ് കാർഡാണോ ഇഷ്ടപ്പെട്ടതൊന്നും കമൻറ്റിലൂടെ ഇപ്പം തന്നെ പറയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാർഡും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ പിക്ക്
ഇൻസ്റ്റാഗ്രാമിലൂടെ അയച്ചു തരണേ. ഇതേ 2 കാർഡാക്കി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ റൂമിൻ്റെ പോലെ ഇങ്ങനെ ഇനി ഇത് ക്ലീൻ ആക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മടിയാവുന്നു. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് കാർഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാർഡിന് വേണ്ടി ഞാൻ എടുത്തത് റെഡ് കളർ പേപ്പറും കോഫി ബ്രൗൺ പേപ്പറുമാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ കാർഡിൻ്റെ സെയിം ലെങ്ത്തിൽ ഇതും കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് റെഡ് കളർ പേപ്പർ കട്ട് ചെയ്യണം. അപ്പോൾ ഈ കോഫി ബ്രൗൺ പേപ്പറിനേക്കാളും ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇത് ഞാൻ സിഗ്സാഗ് സീസർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ 4 സൈഡും ഇത് വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ 4 സൈഡിലേക്കും ഇതിൻ്റെ ഡിസൈൻ വരും. ഇനി ഈ റെഡ് കളർ പേപ്പർ ഈ കോഫി ബ്രൗൺ പേപ്പറിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ട്രാൻസ്പെറൻറ്റ് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ഗ്ലൂവോ അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്കോ അങ്ങനെ ഏത് നിങ്ങളടുത്തുള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ക്രാഫ്റ്റ് പൈപ്പ് ക്ലീനറാണ്. ഇത് നമ്മൾ ബെൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ ഷേപ്പിൽ നിൽക്കും. ഇതിന് എന്തുകൊണ്ട് ഈ പേരെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇതുപോലെ സെർച്ച് ആക്കിയും കിട്ടും. ഞാൻ വാങ്ങുമ്പോഴും ഇതിന് ഈ പേരാണ് ക്രാഫ്റ്റ് പൈപ്പ് ക്ലീനറിന്. ഇതിന് വേറെ എന്തൊക്കെയോ പേരുണ്ട്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രാഫ്റ്റ് പൈപ്പ് ക്ലീനറിൽ നിന്ന് സെർച്ച് ആക്കിയെങ്കിൽ കിട്ടും. ഇനി നമുക്ക് ഇത് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒരു ക്രിസ്മസ് ട്രീ പോലെ ഷേപ്പ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഷേപ്പ് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് ചെറുതും താഴെത്തുന്നതിനനുസരിച്ച് വലുതുമായിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ ട്രീൻ്റെ ലുക്ക് കിട്ടത്തുള്ളൂ. ഷേപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഗ്ലൂ ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുകയും വേണം. അപ്പം നമുക്ക് ക്രിസ്മസ് ട്രീയുടെ ടോപ്പ് ഭാഗം ആയിട്ടുണ്ട്. ഇത് എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ചെയ്തതാണ്. നെക്സ്റ്റ് ഞാനൊരു ഫ്ലവർ പീസ് എടുത്തിട്ടുണ്ട്. ഇത് എന്താ വെച്ചെങ്കിൽ ഏതോ ഡ്രസ്സിനുണ്ടായതാണ്, എപ്പോഴോ എടുത്തു വെച്ചതാണ്. ഇപ്പോൾ ഇതിന് ഉപകാരമായി. അപ്പോൾ ഈ ട്രീൻ്റെ മുകളിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ബെൽറ്റ് ഉണ്ടാവത്തില്ലേ, അതിൻ്റെ ഉൾഭാഗത്തുള്ള ഒരു പീസാണ്. നിങ്ങൾക്കിപ്പോൾ ഈ സാധനം കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ ഉള്ളിലുണ്ടായ പീസ് ഞാൻ ഇങ്ങനെ പറിച്ച് മാറ്റിയതാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലേക്കായിട്ട് ബ്ലാക്ക് ലൈൻ ഉണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ മിഡിൽ ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം ഒരു ബ്ലാക്ക് ലൈന് പോലെ തോന്നും. അപ്പോൾ എനിക്കെത്ര വേണമെന്ന് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹോട്ട് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നുള്ളത്. അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ട്രീയുടെ ലുക്ക് ഉണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്യാൻഡി സ്റ്റോൺസും സ്റ്റാർസൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹോട്ട് ഗ്ലൂ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ക്രിസ്മസ് ട്രീ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിലേക്ക് മേരി ക്രിസ്മസ് എന്ന് എഴുതി കൊടുക്കാം. ആദ്യം ഞാൻ പെൻസിലിനോട് എഴുതി കൊടുത്തിട്ട് പിന്നെ ഞാൻ മാർക്കർ ഉപയോഗിച്ചിട്ട് എഴുതാണ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് കാർഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ 3 കാർഡിൽ ഏത് കാർഡാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. എന്തുകൊണ്ടാണ് ആ കാർഡ് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം എന്നും അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ, ലവ് യു ഓൾ.